ഹായ് മക്കളെ, ഇന്ന് നമ്മൾ സ്വദേശ് മേഘ ക്വിസിൻ്റെ സ്കൂൾ തലം UP ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കുന്നത്. ക്വസ്റ്റ്യൻ: 1938 കോൺഗ്രസ് സമ്മേളനം അംഗീകരിച്ച ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്ത്? ആൻസർ: വാർധ പദ്ധതി. 2. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? JP കൃപലാനി. 4. ഗാന്ധിജി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ വർഷം? 1924 ബെൽഗാം സമ്മേളനത്തിൽ. ക്വസ്റ്റ്യന്: വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ: ഗാന്ധിജി. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ രേഖ? റെഡ് ഡാറ്റ ബുക്ക്. 7ാമത്തെ ക്വസ്റ്റ്യന് ഇതൊരു കവിതയാണ് കേട്ടോ. രാത്രിമഴ ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ. ഇത് ആരുടെ വരികളാണ്? ആൻസർ: സുഗതകുമാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ആൻസർ: CR ദാസ്. 9. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ വ്യക്തി ആര്? ജവഹർലാൽ നെഹ്റു. ക്വസ്റ്റ്യന്: 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? ആൻസർ: ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. 11ാമത്തെ ക്വസ്റ്റ്യന്: സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. നെഹ്റു ആദ്യമായി കിസാൻ മാർച്ച് സംഘടിപ്പിച്ചത് എവിടെയാണ്? ആൻസർ: പ്രതാപ്ഗർ. 3. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര്? ആൻസർ: സുബ്ബറാവു. മുഴുവൻ പേര് പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു. 4. 2025 ICC ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരാര്? ആൻസർ: ദക്ഷിണാഫ്രിക്ക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിതയാര്? ആൻസർ: ആനി ബസന്റ്. 16ാമത്തെ ക്വസ്റ്റ്യന്: 2025 കേരള സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി? ആൻസർ: റാം കെയർ ഓഫ് ആനന്ദി. എഴുതിയത് അഖിൽ P ധർമ്മജനാണ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അരവിന്ദ ഘോഷ്. 18. ഓപ്പറേഷൻ സിന്ദൂറിന് വഴിവെച്ച പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്ന്? 2025 ഏപ്രിൽ 22. 19. 1857 കലാപത്തിൽ കാൻപൂരിലെ വിപ്ലവ നേതാവ് ആര്? ആൻസർ: നാനാ സാഹിബ്. 20. ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൗത്യ സംഘത്തിൻ്റെ പേര്? ആൻസർ: ആക്സിയം 4. അടുത്തത് ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 1. ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ യാത്ര അവസാനിച്ചത് എവിടെ? ആൻസർ: വാരണാസിയിൽ. വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിയുമായി ഒരു കൂടിക്കാഴ്ചക്കുള്ള കരാറുണ്ടാക്കുകയായിരുന്നു. 1947 ഓഗസ്റ്റ് 14 രാത്രിയിലെ ഒരു പ്രസ്താവനയാണിത്. ആരുടേതാണ് ഈ പ്രസ്താവന? ആൻസർ: ജവഹർലാൽ നെഹ്റു. 3. ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ആൻസർ: അബ്ബാസ് ദിയാബ്ജി. 4. ഔദ്യോഗികമായി വൃക്ഷം, ജീവി, പക്ഷി, ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല? ആൻസർ: കാസർഗോഡ്. കാഞ്ഞിരം, ജീവി, പാലപ്പൂവനാമ. പക്ഷി വെള്ളവരയൻ കടൽപ്പരുന്ത്, ചെടി പെരിയ പോളിത്താളി. 5ാമത്തെ ക്വസ്റ്റ്യന്: കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ: ജവഹർലാൽ നെഹ്റു. മക്കളെല്ലാവരും മാർക്കുകളൊക്കെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. തുടർന്നുള്ള ദിവസങ്ങളിൽ അക്ഷരമുറ്റം, CH പ്രതിഭ ക്വിസ്, സഹപാഠി അറിവുത്സവം ക്വിസ് തുടങ്ങിയ ക്വിസ് വീഡിയോസ് വിടാം കേട്ടോ. ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ്റെ കാര്യം മറക്കണ്ട, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.